അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിലൊന്ന് സിസ്റ്റമാറ്റിക് ബിസിനസ് റെക്കോർഡ്സ്. സിസ്റ്റമാറ്റിക് ബിസിനസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്നത് അടുക്കും ചിട്ടയായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അക്കൗണ്ടിങ്ങിൽ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് പ്രിൻസിപ്പിൾസിൻ്റെയും സിസ്റ്റമാറ്റിക് ആയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡഡ്. ദീസ് റീപ്ലേസസ് മെമ്മറി ആൻഡ് പ്രൊവൈഡ് പെർമനൻറ്റ് റെക്കോർഡ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം എഴുതി സൂക്ഷിക്കുന്നു. അതും സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി സൂക്ഷിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2. അസർടൈൻമെന്റ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അസർടൈൻമെന്റ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ഓർ ലോസ് ക്യാൻ ബി അസർടൈൻഡ് കറക്റ്റ്ലി. ഇഫ് ദർ ഈസ് ലോസ്, സ്റ്റെപ്പ് ക്യാൻ ബി ടേക്കൺ ടു പ്രിവെന്റ് ഇറ്റ്സ് റെക്കറൻസ്. അതായത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? കഴിയുന്നു. അഥവാ നഷ്ടമുണ്ടായാൽ തന്നെ അവ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിക്കുന്നു. ലാഭനഷ്ട കണക്കുകൾ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ അക്കൗണ്ടിങ് എഴുതി വെക്കുന്നത് വഴി എന്ത് ചെയ്യും? സാധിക്കുന്നു. നഷ്ടമുണ്ടായാൽ അത് തടയാനുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതെടുക്കാനും സാധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അതാണ്. 3. അസർടൈൻമെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ പൊസിഷൻ. അസർടൈൻമെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. The exact financial position of the business at any given date can be ascertained. അതായത് ബിസിനസ്സിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ അക്കൗണ്ടിങ് വഴി നമുക്ക് സാധിക്കും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. അക്കൗണ്ടിങ് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ സാധിക്കുന്നു. അടുത്തത് ഗുഡ് എവിഡൻസ് ഇൻ കോർട്ട്. ഗുഡ് എവിഡൻസ് ഇൻ കോർട്ട്. Accounting records are treated as a authentic evidence for and against the firm in a court of law for the settlement of a dispute. ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവയ്ക്ക് ഉത്തമമായൊരു തെളിവായി അക്കൗണ്ടിംഗ് റെക്കോർഡുകൾ കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? സമർപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വാലിഡിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിംഗ് റെക്കോർഡുകൾ, കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കുന്ന അക്കൗണ്ടിംഗ് റെക്കോർഡുകൾക്ക് എന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. തെളിവുകളായി കോടതി അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അടുത്തത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ആണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. അതായത് അക്കൗണ്ടിങ് പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് സച്ച് ആസ് ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, ടാക്സ് അതോറിറ്റീസ് എക്സെട്ര. അതായത് ബിസിനസ്സിൻ്റെ ഓണർമാർ കടമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ ലോണ് കൊടുത്തവരുണ്ടാവും, ടാക്സ് നൽകേണ്ടവരുണ്ടാവും. ഇവർക്കൊക്കെ അക്കൗണ്ടിങ് വിവരങ്ങൾ എന്താണ്? ആവശ്യമാണ്. ക്രെഡിറ്റേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന്, ഗവൺമെൻറ്റിന്, സപ്ലയേഴ്സിന്, ഇവർക്കൊക്കെ ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും അക്കൗണ്ടിങ് വിവരങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എത്ര എണ്ണാണ്? 5 എണ്ണാണ്. ഒന്ന് സിസ്റ്റമാറ്റിക് ബിസിനസ് റെക്കോർഡ്സ്. 2 അസർടൈൻമെന്റ് ഓഫ് എ പ്രോഫിറ്റ് ഓർ ലോസ്. അടുത്തത് അസർടൈൻമെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ പൊസിഷൻ. ഗുഡ് എവിഡൻസ് ഇൻ കോർട്ട്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്. ഇത്രയാണ് അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്അഡ്വാൻറ്റേജുകളാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസിൽ ഒന്ന് പറയുന്നത് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻ. പണപരമായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ കണക്ക് പുസ്തകത്തിൽ എന്ത് ചെയ്യുള്ളൂ? രേഖപ്പെടുത്തി വയ്ക്കാറുള്ളൂ. പണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ മാത്രമേ കണക്ക് പുസ്തകങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കാറുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മാനേജറുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള ക്വാളിറ്റി, ഗുണപരമായ കാര്യങ്ങളൊന്നും നമ്മൾ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കാറില്ല. നമ്മൾ ആകെക്കൂടി രേഖപ്പെടുത്തി വയ്ക്കുന്നത് പണപരമായ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. അടുത്തത് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. വിലയിൽ മാറ്റം ഉണ്ടാകുന്നതിനെ പറ്റി ഒന്നും നമ്മൾ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കാറില്ല. ഇന്നത്തെ നമ്മൾ വാങ്ങിച്ച വിലയോ അല്ലെങ്കിൽ മാർക്കറ്റ് വിലയോ ഒന്നും നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യാറില്ല. വിലയിൽ മാറ്റം ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ പരിഗണിക്കാറേ ഇല്ല. അടുത്തത് പേഴ്സണൽ ബയാസ് ഓഫ് ദ അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ അക്കൗണ്ടിങ് തത്വങ്ങളൊക്കെ ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചില കേസുകളിലൊക്കെ അക്കൗണ്ടന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ചില കണക്കുകളിൽ ചിലപ്പോൾ തിരുത്തലുകൾ വരുത്താൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ.
അതായത് സംഭവിച്ചു കഴിഞ്ഞ ബിസിനസ് പ്രവർത്തനങ്ങളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അല്ലാതെ വരാനിരിക്കുന്ന ബിസിനസ് കാര്യങ്ങളെ ഇവിടെ പരിഗണിക്കുന്നില്ല. സംഭവിച്ച ബിസിനസ് കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പൊ അത് ആ ഭാഗം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻ. പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് +1 അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ പ്രൈവറ്റായി പഠിക്കുന്ന കുട്ടികൾക്ക് അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സെക്കൻഡ് ചാപ്റ്റർ, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ് ഒക്കെ. ആ ഭാഗത്തു നിന്നാണ് അവർക്ക് പ്രധാനമായിട്ടും ഈ അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒക്കെ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ തിയറിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നതും ഈ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് സെക്കൻഡ് ചാപ്റ്ററിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭാഗം പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഇൻട്രൊഡക്ഷൻ എന്താണ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ എത്ര തരം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തത്വങ്ങളെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് എത്ര തരം പ്രിൻസിപ്പിൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. Accounting is the language of a business. To convey the same meaning to all people, the language should have uniformity. In order to maintain this uniformity, accountants all over the world have developed certain rules, procedures and conventions. These procedures are generally referred to as a generally accepted accounting principles. ബ്രാക്കറ്റിൽ ഗ്യാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, GAAP. എന്താങ്ങനെ പറഞ്ഞാല് ഒരു വ്യാപാരത്തിന്റെ ഭാഷയാണ് അക്കൗണ്ടിങ് അല്ലെ. ബിസിനസിന്റെ ഭാഷയാണെന്ത്, അക്കൗണ്ടിങ്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഭാഷയുടെ അവതരണം. അതായത് ബിസിനസിന്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. അപ്പൊ അവിടെ നിന്നൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ബിസിനസിന്റെ ഭാഷയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ത്, ഈ ഭാഷ. ഒരു ഭാഷ നമ്മളെപ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും ആശയവിനിമയം നടത്താൻ പറ്റുന്ന രീതിയിലുമാണല്ലോ ഭാഷ ഉണ്ടാവുക. അപ്പോൾ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഈ ഭാഷ. ഈ ഭാഷയുടെ അവതരണം അതുപോലെ ആയിരിക്കണം. അതിനുവേണ്ടി ലോകത്തിലെ എല്ലാ അക്കൗണ്ടന്റുമാരും കൂടി ഉയർത്തിക്കൊണ്ടുവന്ന ചില നിയമങ്ങളും സങ്കല്പങ്ങളും തത്വങ്ങളുമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ബിസിനസിന്റെ ഭാഷയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഈ ഭാഷ ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി എന്താണ്, ചില അക്കൗണ്ടന്റുമാർ അവരുടെ പ്രയത്ന ഫലമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ചില നിയമങ്ങളും സങ്കല്പങ്ങളും തത്വങ്ങളുമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിംഗ് തത്വങ്ങളെ പ്രധാനമായും 3 തരംതിരിച്ചിരിക്കുന്നു അല്ലെ. അക്കൗണ്ടിംഗ് തത്വങ്ങളെ പ്രധാനമായും 3 തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അക്കൗണ്ടിംഗ് അസംഷൻസ്, അക്കൗണ്ടിംഗ് സങ്കല്പങ്ങൾ. ബേസിക് അസംഷൻസ്, അടിസ്ഥാന തത്വങ്ങൾ. 3 മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്, പരിഷ്കരണ തത്വങ്ങൾ. അക്കൗണ്ടിംഗ് അസംഷൻസ് അക്കൗണ്ടിംഗ് സങ്കല്പങ്ങൾ എന്ന് പറയും. ബേസിക് പ്രിൻസിപ്പിൾസ് അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയും. മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് പരിഷ്കരണ തത്വങ്ങൾ എന്ന് പറയുന്നു. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിംഗ് അസംഷൻസ്, അക്കൗണ്ടിംഗ് സങ്കല്പങ്ങൾ. അതിലെന്താണ്, ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അഥവാ വ്യാപാര അസ്തിത്വം എന്ന സങ്കല്പം. വ്യാപാര അസ്തിത്വം എന്ന സങ്കല്പം, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് അസംഷൻസ് അഥവാ അക്കൗണ്ടിംഗ് സങ്കല്പങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, വ്യാപാര അസ്തിത്വം എന്ന സങ്കല്പം. എന്താണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്? ദീസ് കൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ബിസിനസ് യൂണിറ്റ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. Owing to this concept that we are treating the capital brought in by the businessman as a liability. This concept also implies that all the activities of the businessman cannot be considered as the activity of a business. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സങ്കല്പം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്,
ഒരു വ്യാപാര സ്ഥാപനവും വ്യാപാരിയും ചെയ്യുന്ന പ്രവൃത്തികളെ രണ്ടായി തന്നെ കാണണം. അതായത് അതിന് ഒന്നായി കാണാൻ പറ്റില്ല. ബിസിനസ്മാനും ബിസിനസ്സും രണ്ടും രണ്ടാണ് എന്നുള്ള സങ്കല്പമാണ് ഇത്. വ്യാപാര സ്ഥാപനത്തിന് വ്യാപാരിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് ഉണ്ടാവും. വ്യാപാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വ്യാപാര സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളായി കണക്കാക്കാൻ പാടില്ല. അപ്പൊ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്, വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെയും അയാൾ നടത്തുന്ന ബിസിനസ്സിനെയും രണ്ടായി തന്നെ കാണണം, ഒന്നായി പരിഗണിക്കാൻ പാടില്ല. ബിസിനസ്സുകാരൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ബിസിനസിന്റെ ഭാഗമല്ല. അപ്പോൾ ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ട് വ്യക്തിത്വങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് നിലനിൽപ്പാണ് ഇവർക്കുള്ളത് എന്നുള്ള കൺസെപ്റ്റിനെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനം എന്നുള്ള ഒരു തത്വം. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള കൺസെപ്റ്റ്. This concept means the business has an indefinite life. It is deemed that there is no intention to wind up the business in the near future. It is owing to this concept in accounting that we are providing adequate provision for taxation, provision for bad and doubtful debt, maintaining of a reserve, etc. In fact, this concept has assumed a prime role in the long-term existence of any organization. എന്നുവെച്ചാൽ എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ വ്യാപാരം തുടർന്ന് നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനം എന്ന സങ്കല്പമാണിത്. അതായത് ഒരു ബിസിനസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നതല്ല, അത് ഒരുപാട് വർഷം നീണ്ടു നിൽക്കേണ്ടതാണ്. ഒരുപാട് വർഷം നീണ്ടു നിൽക്കാൻ വേണ്ടിയാണ് ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് തുടങ്ങുന്നത്, അല്ലാതെ പെട്ടെന്ന് അടച്ചുപൂട്ടാൻ വേണ്ടിയല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാരി അതിൻ്റെ വ്യാപാര സ്ഥാപനം വർഷങ്ങളോളം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് അത് തുടങ്ങിയിരിക്കുന്നത് എന്ന കൺസെപ്റ്റിനെയാണ്, എന്നൊരു കൺസെപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആ സങ്കല്പത്തിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പണത്തിന്റെ അളവുകോൽ എന്ന സങ്കല്പം. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് implies that only those transactions which can be measured in terms of a money value are recorded in the books of accounts, such as those transactions which cannot be expressed in monetary terms will not be accounted. എന്ന് പറഞ്ഞാൽ എന്താ? പണത്തിന്റെ മൂല്യത്തിൽ തിട്ടപ്പെടുത്താൻ പറ്റുന്ന വ്യാപാര ഇടപാടുകൾ മാത്രമേ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന സങ്കല്പത്തിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ രൂപത്തിലുള്ള ഇടപാടുകൾ മാത്രമേ കണക്ക് പുസ്തകത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? രേഖപ്പെടുത്താൻ പറ്റൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അഥവാ പഠിപ്പിക്കുന്ന കൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. പണത്തിന്റെ രൂപത്തിലുള്ള ഇടപാടുകളെ മാത്രമേ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള കൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇനി പറയുന്നത്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പീരിയഡ് ഈസ് എ ഡെഫിനിറ്റ് ഓർ എ സ്പെസിഫിക് ടൈം ഇന്റർവെൽ ഫോർ വിച്ച് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിസൾട്ട് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ പീരിയോഡിസിറ്റി ഓർ ടൈം പീരിയഡ് അസംഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന ശേഷി, പ്രവർത്തന ഫലം എന്നിവയൊക്കെ വിലയിരുത്താൻ ഒരു പ്രത്യേക കാലയളവ് വേണം. അത് ചിലപ്പോൾ 3 മാസവും 6 മാസവും 1 വർഷവും സാധാരണയായിട്ട് 1 വർഷമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ പീരിയഡ് ഓഫ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ഈസ് അസർട്ടൈൻഡ്. യഥാർത്ഥ ലാഭം കണക്കാക്കാൻ, ബിസിനസ് സ്ഥാപനത്തിന്റെ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ കണക്കാക്കാൻ
എന്ത് ചെയ്യണം, ഒരുപാട് കാലം ബിസിനസ്സിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രത്യേക കാലയളവ് എടുത്ത് ബിസിനസ്സിന്റെ ലാഭനഷ്ടങ്ങളും വിഭവശേഷിയും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം 1 വർഷമാണ്. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും അളക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്.